വിജിലൻസ് അറസ്റ്റ് ചെയ്ത എറണാകുളം RTO ജെർസൺ വൻ കൈക്കൂലി വീരൻ. റെയ്ഡിൽ ഇതുവരെ 74 കുപ്പി മദ്യം, പണം, വൻ നിക്ഷേപ രേഖകൾ ഉൾപ്പെടെയുള്ളവ പിടികൂടിയെന്ന് വിജിലൻസ് റേഞ്ച് SP S ശശിധരൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. വിജിലൻസിന് നൽകാനെന്ന പേരിൽ സഹപ്രവർത്തകരെ കബളിപ്പിച്ച് ജെർസൺ കൈക്കൂലി വാങ്ങിയെന്നാണ് കണ്ടെത്തൽ. ഓരോ കാര്യങ്ങൾ ചെയ്തു നൽകാനും പൊതുജനങ്ങളിൽ നിന്ന് വാങ്ങിയിരുന്നത് പണവും വിദേശ മദ്യക്കുപ്പികളും. ബസ് പെർമിറ്റിന് കൈക്കൂലി വാങ്ങിയ കേസിൽ എറണാകുളം RTO ജേഴ്സന്റെ വീടുൾപ്പെടെയുള്ള ഇടങ്ങളിൽ റെയ്ഡ് നടത്തിയ വിജിലൻസ് ഞെട്ടി. കൈക്കൂലിയായി കിട്ടിയെന്ന് വ്യക്തമായ 64,000 രൂപ റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടി ചുരുട്ടി വെച്ചിരിക്കുന്നു. വിദേശ മദ്യശേഖരത്തിന് പുറമെ 80 ലക്ഷത്തോളം രൂപയുടെ നിക്ഷേപ രേഖകൾ, സ്ഥലം വാങ്ങിക്കൂട്ടിയതിൻ്റെ വിവരങ്ങൾ തുടങ്ങിയവ. ജേഴ്സൺ കൈക്കൂലി വീരനാണെന്ന് വിജിലൻസിന് വിവരം കിട്ടുന്നത് കുറച്ചുനാൾ മുമ്പ് വാളയാർ ചെക്ക് പോസ്റ്റിൽ റെയ്ഡ് നടത്തിയപ്പോഴാണ്. പരിശോധന ഒഴിവാക്കുന്നതിന് വിജിലൻസിന് പണം കൊടുക്കണമെന്ന് പറഞ്ഞ് ഒരു മാസം 10 ലക്ഷം വരെ ജേഴ്സന്റെ നേതൃത്വത്തിലുള്ള സംഘം വാങ്ങിയിരുന്നതായി അവിടുത്തെ ചില ഉദ്യോഗസ്ഥരുടെ മൊഴിയുണ്ട്. ഇത് കേട്ട വിജിലൻസ് ശരിക്കും അമ്പരന്നു. തുടർന്നാണ് ജേഴ്സനെ കേന്ദ്രീകരിച്ച് വിജിലൻസ് അന്വേഷണം തുടങ്ങിയത്. ഇയാൾക്കൊപ്പം സജി, രാമപ്പടിയാർ എന്നീ ഏജന്റുമാരും കേസിൽ അറസ്റ്റിലായിരുന്നു. ഇതിൽ സജിയും മറ്റും വഴിയാണ് ജോൺസൺ പ്രധാനമായും പണപ്പിരിവ് നടത്തിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇങ്ങനെ കക്ഷികളോട് അദ്ദേഹം മദ്യം കുപ്പികൾ വാങ്ങിക്കാറുണ്ടെന്നാണ് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ. അതിപ്പോൾ നമ്മൾ മദ്യക്കുപ്പികൾ ഇപ്പോൾ ഇളമക്കര പോലീസ് സ്റ്റേഷനിലേക്ക് നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്യാനായിട്ട് കൊടുക്കുന്നുണ്ട്. കൃത്യമായിട്ട് നല്ല രീതിയിലുള്ള കൈക്കൂലി ഉണ്ട് എന്നുള്ളത് നമുക്ക് ഈ ബസ് ഓണേഴ്സ് അസോസിയേഷൻ്റെ ഭാഗത്ത് നിന്ന് പരാതികളുണ്ടായിരുന്നു, മറ്റ് വിഭാഗങ്ങളിൽ നിന്ന് പരാതികളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് നമ്മളെ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ ഈ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ നിരീക്ഷണത്തിലായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ പരാതിയായിട്ട് എത്തുന്നത്. പ്രതി വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദനം നടത്തിയെന്ന് വിജിലൻസ് പറയുന്നു. ജേഴ്സന്റെയും കുടുംബാംഗങ്ങളുടെയും ബാങ്ക് അക്കൗണ്ടുകൾ വിശദമായി പരിശോധിക്കും. കൈക്കൂലി ഇടപാടുകളിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ എന്ന സംശയവുമുണ്ട്. അതും വിശദമായി അന്വേഷിക്കുകയാണ്. അതിനിടെ ജേഴ്സനെതിരെ എളമക്കര പോലീസും കേസെടുത്തു. അമിത അളവിൽ മദ്യം സൂക്ഷിച്ചതിനാണ് നടപടി. പിടിച്ചെടുത്ത മദ്യം വിജിലൻസ് പോലീസിന് കൈമാറി. ജേഴ്സന് പിടിവീണതോടെ പുറത്തേക്ക് വരുന്നത് വൻ കൈക്കൂലിക്കൊള്ളയുടെ നിർണായക വിവരങ്ങളാണ്. മോട്ടോർ വാഹന വകുപ്പിലെ മറ്റു ചില ഉദ്യോഗസ്ഥരും വിജിലൻസ് നിരീക്ഷണത്തിലാണെന്നാണ് വിവരം. പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജേഴ്സൺ ഏജന്റുമാരെ വെച്ച് പണപ്പിരിവ് നടത്തിയിരുന്നത്. കേസിൽ കൂടുതൽ അറസ്റ്റ് വരും ദിവസങ്ങളിൽ ഉണ്ടായേക്കും. ക്യാമറമാൻ നിഖിൽ ജോസഫിനൊപ്പം S രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.